വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏപ്രിൽ 26 ശനിയാഴ്ച സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് നടന്നതാണിത്. മലപ്പുറം ചേളാരി സെഞ്ചുറി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ മീറ്റപ്പ് നടന്നത്. ഞാൻ മോനക്കുട്ടിയാണ് പോയത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിനാണ് പോയത്. ഇതാണ് കൂടെയുള്ള ഫ്രണ്ട്. ഹോം ഡയറീസ് ബൈ സൗദ എന്നുള്ള പറഞ്ഞ ചാനലിൻ്റെ ആളാണ്. അപ്പോൾ അവിടെ കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടുന്ന് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് ഇവിടെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. വാട്ടർമെലൺ ജ്യൂസ്, അതുപോലെ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി ഉടനെ തന്നെ അവിടെ കാണുന്നത് ഈസി കുക്കിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുകയാണ്. ഇവരാണ് ഇതിൻ്റെ മെയിൻ സ്പോൺസർ. ഇതിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കരിങ്കല്ല് വരെ പൊടിയുന്ന തരത്തിലുള്ള അത്രയും പവറുള്ള മിക്സിയാണ് ഫസ്റ്റ് തന്നെ ഇവർ കാണിക്കുന്നത്. പിന്നെ ഈസി കുക്കിൻ്റെ അടുപ്പ്, അതേപോലെ പാന്, അതേപോലെ ചോപ്പർ, അങ്ങനെ ഓരോന്നും അവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല ഓഫറിൽ പോലെ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരോടും ഒരു വില പറഞ്ഞിട്ട് എല്ലാവർക്കും കാണിക്കുകയാണ്. ഓരോരുത്തർ വാങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ അവിടെ പരിചയപ്പെടുത്തി കുറച്ച് നേരം അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ ഹാളിലേക്ക് കയറിയത് കേട്ടോ. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് ഞാൻ ആദ്യമായിട്ടാണ് ഇതറിയുന്നത്. ഞങ്ങൾക്ക് വാട്സപ്പിലൊരു ഗ്രൂപ്പുണ്ട്, ഡ്രീം ക്രിയേറ്റേഴ്സ് പറഞ്ഞ്. അതിലൂടെയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതും. അങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ എത്തിപ്പെട്ടത്. സൂപ്പർ പരിപാടിയാണ്. എന്താ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ സംസാരിച്ചിരിക്കുന്ന ഇതാണ് സുറുമി, അതേപോലെ സുറുമിയും അതേപോലെ സബിത ജാസ്മിൻ എന്നറിയും. ഇവരൊക്കെയാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ആളുകൾ. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളിലേക്ക് റെഡിയാണോ? ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചെറിയ കുട്ടി ബ്ലോഗേഴ്സ് ഉണ്ടോ അവിടെ? കുട്ടി ബ്ലോഗേഴ്സ് എല്ലാവരും കുട്ടികളാണ്. ചെറിയ കുട്ടി ബ്ലോഗേഴ്സ് ഉണ്ടോ? ബ്ലോഗറാണോ? ഫാമിലി ബ്ലോഗർ ആവില്ലേ? ഓക്കെ, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കറക്റ്റാണോ? ഒന്ന് സ്റ്റേജിലേക്ക് വരും, ഒന്ന് കേൾക്കും, അങ്ങോട്ട് വരണം. ഓക്കെ, നിങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലോ, പാട്ട് പാടുന്ന ഒരാൾ, അവരെ കൂടി വിളിച്ചോളൂ. എന്നാൽ രണ്ടും ഒരുമിച്ച് നടത്തും. നല്ലൊരു കൈ കൊടുക്കാം. നമ്മളെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് മിനിസ്റ്ററാണ്. മിനിസ്റ്റർ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ലോഗോ പ്രകാശനമാണ് നടക്കുന്നത് നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മിനിസ്റ്ററാണ്. അങ്ങനെ ലോഗോ പ്രകാശനമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ ഓരോ സ്പോൺസേഴ്സിനുള്ള അവാർഡ് കൊടുക്കൽ ചടങ്ങാണ് നടക്കുന്നത്. മിനിസ്റ്റർ ഓരോ സ്പോൺസേഴ്സിനുള്ള അവാർഡ് കൊടുക്കുകയാണ്.
അവാർഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. നറുക്കെടുപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ സ്പോൺസേഴ്സിൻ്റെയും ഓരോ അഡ്വർടൈസ്മെൻറ്റ് ഓരോ ഇൻഫ്ലുവൻസേഴ്സും വീഡിയോക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 8 പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്കുള്ള ട്രോഫി കൊടുക്കുകയാണ് അവിടെ. അങ്ങനെ അതിൽ നിന്ന് 8 പേരെ സെലക്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള മൊമെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഉദ്ഘാടനവും മൊമെൻ്റ് കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മിനിസ്റ്റർ പോവാണ്. അതിനിടയിൽ ചെറിയ മക്കൾ വന്നിട്ടുണ്ട്. മിനിസ്റ്റർ കയ്യിൽ നിന്ന് ഒപ്പൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനത്തെ അതിനുശേഷം വീണ്ടും ഇവിടെ ഓരോ മൊമെൻ്റ് കൊടുക്കൽ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഈ പ്രോഗ്രാമിക്ക്. അപ്പോൾ അവർക്കുള്ള മൊമെൻ്റൊക്കെ ഇവിടെ കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും പറയാം, എങ്ങനെ വർണ്ണിക്കേണ്ടെന്നറിയില്ല. കാരണം അത്രത്തോളം അഹോരാത്രം പണിയെടുക്കുന്ന സഹോദരി. നല്ലൊരു കാര്യം ശ്രമിക്കുക, എല്ലാവരും ചേർന്ന് കൊടുക്കാം. അഡ്മിൻ കൂടിയാണ് റുബി നൗഷാദ്. നല്ലൊരു കാര്യം എല്ലാവരും ചേർന്ന് നൽകാം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററിൽ ഒരാളാണ് റുബി നൗഷാദ്. അടുത്തത് പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. ഫുഡിൻ്റെ ഭാഗമൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
വിളിച്ചു മൊമൻ്റോ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ദാ നമ്മളും പോവാണ്. മൊമൻ്റോ വാങ്ങിക്കണ ഫോട്ടോ മോനോട് എടുക്കാൻ പറഞ്ഞു. മോൻക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ആ ഫോട്ടോ കിട്ടിയില്ല. അത് നഷ്ടമായി. പിന്നെ കുറേ സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അവരെ സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗസ്റ്റായിട്ട് എത്തിയതായിരുന്നു നമ്മൾ ജംഷിദ് മഞ്ചേരി. അപ്പോൾ ദാ വേദിയിലെത്തിയിട്ടുണ്ട്. അവരെ കുറേ സോങ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ സോങ്സ് ഒന്നും ഉൾപ്പെടുത്താഞ്ഞ്. ജംഷിദ് മഞ്ചേരിൻ്റെയും അതുപോലെ വേറെ കുറേ സിംഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ പരിപാടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.